കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്ത തർക്കങ്ങളും വികാരനിർഭരമായ പ്രതികരണങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാവുകയാണ്. ഈ സാഹചര്യത്തിൽ വിഷയത്തിൽ നിർണായക ഇടപെടലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MP-യുമായ KC വേണുഗോപാൽ. കൊച്ചി മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പാർട്ടി എടുത്ത തീരുമാനമാണ് അന്തിമമെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. ഗ്രൂപ്പ് സമവാക്യങ്ങളും പ്രാദേശിക തർക്കങ്ങളും നിലനിൽക്കെ നേതൃത്വത്തിന്റെ നിലപാട് തള്ളിക്കളയാനാവില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവായ ദീപ്തി മേരി വർഗീസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വേണുഗോപാലിന്റെ പ്രതികരണം. ദീപ്തി വളരെ കാലമായി പാർട്ടിയിൽ സജീവമായി നിൽക്കുന്ന നേതാവാണെന്നും അവർക്ക് നിലവിലെ സാഹചര്യത്തിൽ പ്രയാസമുണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു. മേയർ പദവി പോലുള്ള ഉത്തരവാദിത്തങ്ങൾ ലഭിക്കണമെന്ന് ഏതൊരു നേതാവിനും ആഗ്രഹമുണ്ടാകാം. അങ്ങനെയൊരു ആഗ്രഹം ദീപ്തിക്ക് ഉണ്ടായതിൽ തെറ്റ് പറയാനാകില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരുടെ വിഷമം പാർട്ടി ഉൾക്കൊള്ളുന്നുണ്ടെന്ന സൂചനയാണ് ഇതിലൂടെ അദ്ദേഹം നൽകിയത്. എങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ പ്രധാനം പാർട്ടി അച്ചടക്കമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഹൈക്കമാൻഡും KPCCയും എടുത്ത തീരുമാനം ദീപ്തി അംഗീകരിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി എടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടത് തിരുവിലല്ല, മറിച്ച് പാർട്ടി വേദികളിലാണെന്ന് KC വേണുഗോപാൽ നിലപാടെടുത്തു. ജനാധിപത്യപരമായ ചർച്ചകൾക്ക് പാർട്ടിയിൽ എപ്പോഴും ഇടമുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. CPM-ന്റെ പ്രവർത്തന ശൈലിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒന്നിനോടും കടക്ക് പുറത്ത് എന്ന് പറയുന്ന രീതി കോൺഗ്രസിനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരെയും കേൾക്കാനും പരാതികൾ പരിഹരിക്കാനും കോൺഗ്രസ് തയ്യാറാണെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തിനും അദ്ദേഹം കൃത്യമായ മറുപടി നൽകി. താൻ കേരളത്തിൽ ഇല്ലാത്ത ഒരാളല്ലെന്നും ദേശീയ തലത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി അധികാരത്തിൽ എത്തിക്കുക എന്നതാണ് തന്റെ പ്രധാന ലക്ഷ്യം. അതിനായി പാർട്ടി ഏൽപ്പിക്കുന്ന ഏതൊരു ഉത്തരവാദിത്വവും നിർവഹിക്കാൻ താൻ സന്നദ്ധനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്നെ വിമർശിക്കുന്നത് ചിലരുടെ സ്ഥിരം വിനോദമാണെന്ന് KC പരിഹസിച്ചു. ഇത്തരം വിമർശനങ്ങൾ തന്നെ തളർത്തിയില്ലെന്നും പാർട്ടിയെ വിജയിപ്പിക്കാൻ എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാത്തതിൽ ശക്തമായ പരിഭവം ദീപ്തി മേരി വർഗീസ് പരസ്യമാക്കി. തന്നെ നയിക്കാൻ പ്രാപ്തയാണെന്ന് ആദ്യം പറഞ്ഞ നേതൃത്വം പിന്നീട് എന്തിന് നിലപാട് മാറ്റിയെന്ന് വ്യക്തമാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. തന്നെ ഒഴിവാക്കാൻ തീരുമാനമെടുത്തവർ അതിന് കൃത്യമായ മറുപടി നൽകണം. പാർട്ടിയും UDF-ഉം ഇതുവരെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും താൻ മികച്ച രീതിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ദീപ്തി അവകാശപ്പെട്ടു. മേയർ തിരഞ്ഞെടുപ്പിൽ ഗൂഢാലോചന നടന്നോ എന്ന് തനിക്ക് അറിയില്ലെന്നും എന്നാൽ കൗൺസിലർമാർക്ക് സ്വതന്ത്രമായി വോട്ട് രേഖപ്പെടുത്താൻ അവസരം നൽകണമായിരുന്നുവെന്നും അവർ പറഞ്ഞു. ജനാധിപത്യപരമായ വോട്ടെടുപ്പ് നടന്നില്ലെന്ന സൂചനയാണ് അവർ നൽകിയത്. തനിക്ക് മതിയായ പിന്തുണയില്ലെന്ന പ്രചാരണം തന്നെ വേദനിപ്പിച്ചു. തന്റെ കൂടെ മികച്ച രീതിയിൽ കൗൺസിലർമാരുടെ പിന്തുണയുണ്ടായിരുന്നു. പദവി ലഭിക്കാത്തതിനേക്കാൾ ഈ തെറ്റായ പ്രചാരണത്തിലാണ് തനിക്ക് വിഷമമെന്നും ദീപ്തി പറഞ്ഞു. കൊച്ചി കോർപ്പറേഷനിൽ VK മിനിമോളും ഷൈനി മാത്യുവുമാണ് 2.5 വർഷം വീതം മേയർ പദവി പങ്കിടുക. വോട്ടെടുപ്പിൽ ഷൈനി മാത്യുവിനാണ് കൂടുതൽ കൗൺസിലർമാരുടെ പിന്തുണ ലഭിച്ചത്. മിനിമോൾക്ക് 17 പേരുടെ പിന്തുണ ലഭിച്ചു. ദീപ്തിക്കൊപ്പം കേവലം 3 പേർ മാത്രമാണ് നിന്നതെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. എന്നാൽ പാർട്ടി മാനദണ്ഡങ്ങൾ അനുസരിച്ച് ദീപ്തിയെ പരിഗണിക്കാതിരുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. KPCC പുറപ്പെടുവിക്കുന്ന സർക്കുലറിലെ നിർദ്ദേശങ്ങൾ അട്ടിമറിച്ചാണ് ഈ തീരുമാനം ഉണ്ടായതെന്ന് ദീപ്തിയുടെ അനുകൂലികൾ ആരോപിക്കുന്നു. ഇത് വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കാം. കൂടുതൽ പേരുടെ പിന്തുണ ലഭിച്ചത് ഷൈനിക്കാണെങ്കിലും ആദ്യ ടൈം VK മിനിമോൾക്ക് നൽകാനാണ് നിലവിലെ ധാരണ. ഗ്രൂപ്പ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് നേതൃത്വം മുൻഗണന നൽകിയതെന്ന് ആക്ഷേപമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഈ ഫോർമുല അംഗീകരിക്കുകയായിരുന്നു. കൊച്ചിയിലെ ഐക്യം നിലനിർത്താൻ ഇത്തരമൊരു വിട്ടുവീഴ്ച ആവശ്യമാണെന്ന നിലപാടിലാണ് നേതൃത്വം. പുതിയ മേയർമാർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ദീപ്തി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കുക എന്നത് നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയായി തുടരും. കൊച്ചി കോർപ്പറേഷൻ ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഐക്യം അത്യന്താപേക്ഷിതമാണ്.